ദേശീയ ഗെയിംസിലെ കളരിപ്പയറ്റ് വിവാദത്തിൽ കൈയൊഴിഞ്ഞ് കേന്ദ്ര കായിക മന്ത്രാലയം. കായിക മന്ത്രാലയത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്രം. ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട മത്സരക്രമം നിശ്ചയിക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ്. മത്സരം നടത്തിപ്പിനുള്ള പൂർണ്ണ ചുമതലയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണെന്നും കേന്ദ്രത്തിന്റെ ന്യായം. കളരിപ്പയറ്റ് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരളം അയച്ച കത്തിനാണ് കേന്ദ്രത്തിന്റെ മറുപടി. വിജനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജൻ, കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യങ്ങൾ പല വിധത്തിലും ഉയർന്നിട്ടും അത് പാടെ നിരാകരിക്കുന്ന നിലപാടാണ് ഉണ്ടായത്. ദേശീയ ഗെയിംസ് കഴിഞ്ഞു പോയിട്ടും നമ്മൾ വളരെ നിരാശയോടുകൂടിയാണ് ആ മത്സരങ്ങൾ ഒക്കെ കണ്ടത്. ഈ കാര്യം ഒന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ കേന്ദ്രത്തിന്റെ പുതിയ വിശദീകരണം എന്താണ്? ഏതു വിധത്തിലാണ്? കേരളത്തിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മത്സര ഇനമായിരുന്നു കളരിപ്പയറ്റ്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റിനെ മത്സര ഇനമായി ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ ഇപ്പോൾ ഏറ്റവും അവസാനം സംസ്ഥാനത്തെ കായിക മന്ത്രിക്കെതിരെ ഒളിമ്പിക് അസോസിയേഷൻ തന്നെ, കേരളത്തിലെ ഒളിമ്പിക് അസോസിയേഷൻ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. കേരളം സമ്മർദ്ദം ചെലുത്തിയില്ല എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ അതിനെ എതിരായി സ്പോർട്സ് കൗൺസിൽ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇപ്പോഴാണ് കേന്ദ്ര കായിക മന്ത്രാലയം ഇപ്പോൾ ഈ ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ഒരു സ്പോർട്സ് ഇനമായി ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് ഒളിമ്പിക് അസോസിയേഷനാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള മറുപടി സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിനർത്ഥം നിലവിൽ അതിൽ സമ്മർദ്ദം ചെലുത്തേണ്ടി ഇരുന്ന വിഭാഗം എന്ന് പറയുന്നത് അത് കേരളത്തിലെ ഒളിമ്പിക് അസോസിയേഷൻ ആയിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അത്തരം സമ്മർദ്ദങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രാലയം സംസ്ഥാന കായിക വകുപ്പിന് നൽകിയിരിക്കുന്ന ഈ കത്ത് എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ അവർ സമ്മർദ്ദമൊന്നും ചെലുത്തിയിട്ടില്ലെന്നും അത് കായിക മന്ത്രിയുടെയും ഒപ്പം തന്നെ സംസ്ഥാനത്തെ കായിക വകുപ്പിന്റെയും തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അതിൽ പ്രധാനമായ ഒരു സംഗതി കളരിപ്പയറ്റ് ഒഴിവാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകാടാണ് എന്ന കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ആരോപണം ഉണ്ടായിരുന്നു. അത് സർക്കാർ ആ വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായ കാരണങ്ങൾ നിരത്തി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന കത്ത് പ്രകാരം കേന്ദ്രം പറയുകയാണ് ദേശീയ ഒളിമ്പിക് അസോസിയേഷനാണ് ഈ കാര്യത്തിൽ എല്ലാം അന്തിമ വാക്കുമെന്നും, അതായത് ആ പറഞ്ഞ വാദങ്ങളൊക്കെ അപ്പാടെ തള്ളുന്നതാണ്, ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുകൂടി വ്യക്തമാവുകയാണ്. തീർച്ചയായും അത് തന്നെയാണ്. അവരുടെ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കുന്നതിനെയാണ് കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്ന കത്ത്. ആ കത്തിൽ വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി അയച്ച കത്ത് അത് ദേശീയ ഒളിമ്പിക് അസോസിയേഷന് കൈമാറിയിട്ടുണ്ട്, അടിയന്തര നടപടി അതിൽ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ വ്യക്തമാകുന്നത് കേരളത്തിലെ ഒളിമ്പിക്സ് അസോസിയേഷന് ഒരു കത്ത് മുഖേന ദേശീയ ഒളിമ്പിക് അസോസിയേഷനെ ഇക്കാര്യം അറിയിക്കുകയും കളരിപ്പയറ്റിനെ ദേശീയ ഗെയിംസിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്യാമായിരുന്നു. അവരാണ് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഒരുപാട് കുട്ടികളുടെ ഭാവിയെ തന്നെ തുലാസിലാക്കുന്ന നിലയിലാണ്, ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു കായിക വിഭാഗത്തെയാണ് അവർ ഇല്ലാതാക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇക്കാര്യത്തിൽ ഒളിമ്പിക്സ് അസോസിയേഷന്, സംസ്ഥാന ഒളിമ്പിക്സ് അസോസിയേഷന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. അത് മറച്ചുവെക്കാനാണ് സ്പോർട്സ് കൗൺസിലിന്റെയും ഒപ്പം തന്നെ സംസ്ഥാന കായിക വകുപ്പിന്റെയും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഈ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന കത്താണ് നിലവിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അന്ന